എവ്രിവൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന്റെ വൊക്കാബുലറി സീരീസ് ആയിട്ടുള്ള വൊക്കാബ് ബൂസ്റ്ററിന്റെ 10th സെഷൻ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് ലെറ്റർ ജെ ആണ്. ഇതുവരെയുള്ള എല്ലാ ലെറ്റേഴ്സിന്റെയും വീഡിയോസ് നമ്മൾ ചെയ്തതാണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇന്ന് ലെറ്റർ ജെയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിനോണിയംസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ജോവിയൽ. ജോവിയൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ജോയ്. ജോയ് എന്ന് വെച്ചാൽ എന്താ? സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ്, അതുപോലെ എന്താ ഒരു ചിയർഫുൾ, അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് വരുന്ന, അതിന്റെ മീനിങ് വരുന്ന വേർഡാണ് ജോവിയൽ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ നോക്കാം. ഇതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത് മൊറോസ്, സെക്കൻഡ് ചിയർഫുൾ, ആംഗ്രി, സീരിയസ്. അപ്പൊ ഇത്രയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ജോവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ് ആണ്. ഓക്കെ, പ്ലീസ് വെയിറ്റ്. ഓക്കെ, ജോവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ് എന്നാണ് മീനിങ്. ഓക്കെ, ജോവിയൽ മീൻസ് ജോയ്, ഹാപ്പിനെസ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഹാപ്പിനെസ് എന്നുള്ള മീനിങ് വരുന്ന വേർഡ് ഏതാ? യെസ്, ഇറ്റ്സ് ചിയർഫുൾ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിയർഫുൾ എന്ന് പറയുന്ന വേർഡാണ് ജോവിയലിന്റെ ഇവിടുത്തെ പെർഫെക്റ്റ് സിനോണിയം. ബാക്കിയുള്ളതൊക്കെ എന്താ? ആംഗ്രി, മോറോ, സീരിയസ്, ഇതൊക്കെ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന. സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സെമി നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു വേർഡാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ചിയർഫുൾ ആണ്. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ജിങ്സ്. ജിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? അതൊരു നെഗറ്റീവ് വേർഡ് ആണ്, വിച്ച് മീൻസ് ബാഡ് ലക്ക്, സംതിങ് വിച്ച് കോസ് ബാഡ് ലക്ക്. അതാണ് ജിങ്സ് എന്ന് പറയുന്നത്. അപ്പം ബാഡ് ലക്ക്. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബ്ലെസ്സിങ്, ഓപ്ഷൻ 2 കേഴ്സ്, 3 ലക്ക്, 4 ചാം. അപ്പൊ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? അനുഗ്രഹം എന്നാണല്ലേ അർത്ഥം. ബ്ലെസ്സിങ് ആണോ? അല്ല, ഇറ്റ്സ് എ പോസിറ്റീവ് വേർഡ്. പിന്നെ കേഴ്സ് ഉണ്ട്. കേഴ്സ് എന്ന് പറയുന്നത് ശാപം. പിന്നെ ലക്ക്, ലക്ക് അറിയാലോ, ഭാഗ്യം. ചാം എന്ന് പറയുമ്പോൾ എന്താ? ഗുഡ് ഫോർച്യൂൺ, അല്ലെങ്കിൽ എന്താ ഒരു പോസിറ്റീവ് ഫീലിംഗ് വരുന്ന ഒരു വേർഡാണ് ചാം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ജിങ്സിന്റെ സിനോണിയം ഏതായിരിക്കും? യെസ്, ഇറ്റ്സ് കേഴ്സ്. കേഴ്സ് ആണ് ജിങ്സിന്റെ സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ജെയ്ഡഡ്. ജെയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. ജെയ്ഡഡ് മീൻസ് ടയേർഡ്. ടയേർഡ് ആണ് മീനിങ്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എന്തൂസിയാസ്റ്റിക്, ഓപ്ഷൻ ബി വിയറി, ഓപ്ഷൻ സി ഫ്രഷ്, ഓപ്ഷൻ ഡി എനർജറ്റിക്. അപ്പൊ എന്തൂസിയാസ്റ്റിക്, ഫ്രഷ്, എനർജറ്റിക് ഇതെല്ലാം സെയിം മീനിങ് വരുന്ന വേർഡാ അല്ലേ? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ വിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? ടയേർഡ് അല്ലെങ്കിൽ എക്സോസ്റ്റഡ് അല്ലെങ്കിൽ ഡൾ എന്നൊക്കെ പറയാം അല്ലേ? അപ്പൊ ഇവിടെ ജെയ്ഡന്റെ സിനോണിയം ആണ് വിയറി. വിയറി മീൻസ് ടയേർഡ്. ഓക്കെ, ഇനി അടുത്ത വേർഡ്. അടുത്തത് ജാഗോൺ. ജാഗോൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ലാംഗ്വേജ് വിച്ച് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ജാർഗോണിന്റെ മീനിങ്. അപ്പൊ ലാംഗ്വേജ് എന്ന് ഓർക്കുക, ഡിഫിക്കൾട്ട് ലാംഗ്വേജ് എന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്ലാങ്, ഓപ്ഷൻ സി, ഓപ്ഷൻ ബി സൈലൻസ്, ഓപ്ഷൻ സി പോയട്രി, ഓപ്ഷൻ ഡി സ്പീച്ച്. അപ്പം സ്ലാങ്, സൈലൻസ്, പോയട്രി, സ്പീച്ച്. സ്പീച്ച് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണോ? യെസ്, അതെ. പോയട്രി അതെ. സൈലൻസ് അറിയാലോ, ഒരു എംപ്റ്റിനെസ് ആണ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലാങ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഓരോ ടൈപ്പ് ഓഫ് സ്ലാങ് ഉണ്ടല്ലേ ഓരോ ലാംഗ്വേജിനും. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഒരുപാട് സ്ലാങ്സ് വരുന്നുണ്ട്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലാവണം എന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് അങ്ങനെ വരുന്ന ഒരു ലാംഗ്വേജ്, ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് സ്ലാങ് എന്ന് പറയുന്നത്. അതാണ് ജാഗോൺ. ഓക്കെ, സോറി. ഇപ്പൊ ജാഗോണിന്റെ ഇവിടുത്തെ സിനോണിയമാണ് എന്ത്? സ്ലാങ്. ഓക്കെ, അടുത്തത് ജംബിൾ. ഇപ്പൊ നമ്മള് ഈ ഒരു എന്താ പറയാ വേർഡ് ഗെയിംസിലൊക്കെ കാണാറുണ്ട്, ജംബിൾഡ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ കറക്റ്റ് ആക്കുക. ഇപ്പൊ ഒരു വേർഡ്സിന്റെ പല പല ലെറ്റേഴ്സ് ഇങ്ങനെ ജംബിൾഡ് ഓർഡറിൽ മാറ്റി തിരിച്ചൊക്കെ തരുമ്പോൾ അത് നമ്മൾ ഓർഡറിലാക്കിയിട്ടില്ലേ? അപ്പൊ ജംബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഓർഡർലെസ് ആയിട്ടുള്ള ഒരു ഓർഡർ അല്ലാത്തൊരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ തന്നെ ഓർഡർ എന്നാണ്, അതല്ല. മെസ്, ക്ലാരിറ്റി, നീറ്റ്നെസ്. അപ്പൊ ഏതാ? ഓഫ് കോഴ്സ് ഇറ്റ്സ് മെസ്. മെസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അൺടൈഡി അല്ലെങ്കിൽ ഡേർട്ടി എന്നൊക്കെയുള്ള മീനിങ് വരുന്നതാണ് അൺടൈഡി. ഓക്കെ,
ബാക്കി എല്ലാം ഏതാണ്ട് സിമിലർ മീനിങ്സ് വരുന്നതാണ്. ഓർഡർ, ക്ലാരിറ്റി, നീറ്റ്നെസ്, ഇതെല്ലാം ഒരു എന്താ പറയാ ഒരു അടുക്കും ചിട്ടയും ആ ഒരു മീനിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നതാണ് ഇവിടെ മെസ്സ്. അതാണ് ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിന്റെ സിനോണിയം? ജംബിളുടെ സിനോണിയം. ഓക്കെ, അടുത്തത് ജോട്ട്. ഇപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് എഴുതിയെടുക്കുവാണെങ്കിൽ അതിനെ നമുക്ക് ജോട്ട് ഡൗൺ എന്ന് പറയാം. എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം നമ്മളൊന്ന് ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതത്തില്ലേ, അതിന് ജോട്ട് എന്നാണ് പറയുന്നത്. ജോട്ട് ഡൗൺ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ എന്താ പറയാ, ടേക്ക് ഡൗൺ എന്ന് പറയാം. ടേക്ക് ഡൗൺ ദ നോട്ട്സ് എന്ന് പറയൂലേ, അതാണ് ജോട്ട്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇറേസ്, ഓപ്ഷൻ ബി റൈറ്റ് ബ്രീഫ്ലി, ഓപ്ഷൻ സി ഇഗ്നോർ, ഓപ്ഷൻ ഡി എക്സ്പാൻഡ്. അപ്പൊ ഏതാ? ഇറേസ് ആണോ? അല്ല. റൈറ്റ് ബ്രീഫ്ലി, ടു റൈറ്റ് സംതിങ് ക്വിക്ലി, കറക്റ്റ്. ഓക്കെ, അതാണ് ബ്രീഫ്ലി എന്ന് പറയുന്നത്. പിന്നെ ഇഗ്നോർ, പിന്നെ എക്സ്പാൻഡ്. അപ്പൊ ഏതാ ആൻസർ? റൈറ്റ് ബ്രീഫ്ലി. ബ്രീഫ്ലി ഭയങ്കര ഷോർട്ട് ആയിട്ട് എഴുതുക, അതാണ് ജോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിന്റെ സിനോണിയം ഏതാണ്? റൈറ്റ് ബ്രീഫ്ലി. ഓക്കെ, നോട്ട് എന്ന് പറയാം, നോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡ് ഈസ് ജുഡീഷ്യസ്. ജുഡീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള, ഭയങ്കര ആലോചിച്ചിട്ടുള്ള, ശ്രദ്ധയോടെയുള്ള എന്തെങ്കിലും ഒരു തീരുമാനത്തെയോ അല്ലോ കാര്യത്തിനെ പറയുന്നതാണ് ജുഡീഷ്യസ് എന്ന്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വൈസ്, ഓപ്ഷൻ ബി റെക്ലെസ്, ഓപ്ഷൻ സി കെയർലെസ്, ഓപ്ഷൻ ഡി ഫൂളിഷ്. ഇവിടെ റെക്ലെസ്, കെയർലെസ്, ഫൂളിഷ് ഈ മൂന്നും ഈ മൂന്ന് വേർഡ്സും ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയാ ബുദ്ധിപരമല്ലാത്ത ആ ഒരു മീനിങ്ങിൽ വരുന്നതാണ് റെക്ലെസ്സും കെയർലെസ്സും ഫൂളിഷും. റെക്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കാതെ എടുത്തു ചാടി, തിങ്ക് ചെയ്യാതെ എടുത്തു ചാടി ഒരു കാര്യത്തിലേക്ക് പോകുന്നതാണ് റെക്ലെസ്. കെയർലെസ് എന്ന് പറഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കാതെ, ഫൂളിഷ് എന്ന് പറഞ്ഞാൽ മണ്ടത്തരമായിട്ടുള്ള. അപ്പം ഇവിടെ ജുഡീഷ്യസിന്റെ മീനിങ് വൈസ് ആണ്. ഹാവിംഗ് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് എക്സ്പീരിയൻസ്, ദ റൈറ്റ് ആൻസർ ഇറ്റ്സ് ജുഡീഷ്യസ്. അപ്പം ഗുഡ് ആയിട്ടുള്ള എന്താ ഡിസിഷനും ജഡ്ജ്മെന്റും ഒക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ളതാണ് വൈസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ സിനോണിയം. ഇനി നെക്സ്റ്റ് വേർഡ് നോക്കാം. നെക്സ്റ്റ് ഈസ് ജുബിലന്റ്. ജുബിലന്റ് എന്ന് പറയുന്നതും ശരിക്കും നമ്മൾ ആദ്യം പഠിച്ച ജോവിയൽ എന്ന് പറയുന്ന വേർഡും സെയിം മീനിങ് ആണ്. ഇവിടെയും ജോയ്ഫുൾ, ചിയർഫുൾ അങ്ങനെയുള്ള ഒരു മീനിങ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. അപ്പൊ ഹാപ്പിനെസ് എന്ന് ഓർക്കുക. ഓക്കെ, ഹാപ്പിനെസ്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. സാഡ്, ജോയ്ഫുൾ, ആംഗ്രി, ടയേർഡ്. അപ്പം സാഡ്, ആംഗ്രി, ടയേർഡ് ഇതെല്ലാം ഒരു നെഗറ്റീവ് മീനിങ് വരുന്നതാണ്. അതെന്താ പറയാ ഭയങ്കര വിഷമിച്ചിരിക്കുക, ടയേർഡ് ആയിട്ടിരിക്കുക, ആ ഒരു മീനിങ് ആണ്. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജുബിലന്റ് അല്ലെങ്കിൽ ജോവിയൽ ആണെങ്കിലും അതെ. ഇത് മീനിങ് ഈസ് ജോയ്ഫുൾ അല്ലെങ്കിൽ ചിയർഫുൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവിടുത്തെ സിനോണിയം ജോയ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ജുവനൈൽ. ജുവനൈൽ കോർട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ജുവനൈൽ കോർട്ട് ആർക്ക് വേണ്ടിയിട്ടുള്ള കോർട്ടാണ്? ജുവനൈൽ ഹോംസ്. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? യെസ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജുവനൈൽ കോർട്ട് അല്ലെങ്കിൽ ജുവനൈൽ ഹോംസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ജുവനൈൽ എന്ന് പറഞ്ഞാലേ ഓർക്കുക, ജുവനൈൽ എന്ന് പറഞ്ഞാലേ ഓർക്കുക ചൈൽഡ് എന്ന് ഓർക്കുക, ചൈൽഡിനെ ഓർക്കുക. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മെച്ചുവർ, ഓപ്ഷൻ ബി ചൈൽഡിഷ്, ഓപ്ഷൻ സി ഓൾഡ്, ഓപ്ഷൻ ഡി എക്സ്പീരിയൻസ്ഡ്. അപ്പൊ ഏത് ആൻസർ? യെസ്, ഇറ്റ്സ് ചൈൽഡിഷ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട്സ് എ സിനോണിയം ഓഫ് ജിഫി. ജിഫി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു മൊമെന്റ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റിനെയാണ്, ഒരു നിമിഷത്തെയാണ് നമ്മൾ ജിഫി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മൊമെന്റ്, ഓപ്ഷൻ ബി അവർ, ഓപ്ഷൻ സി ഡേ, ഓപ്ഷൻ ഡി വീക്ക്. അപ്പൊ ഏതാ? ഒരു ഡേ ആണോ, ഒരു അവർ ആണോ, ഒരു വീക്ക് ആണോ? അതൊന്നുമല്ല, ഒരു മൊമെന്റ്, ഒരു ഗ്ലിംസ് ഓഫ് എ ടൈം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ണടച്ച് തുറക്കുന്ന ഒരു ടൈം ആണെങ്കിലും അവിടെ ഫ്ലാഷ് മൊമെന്റ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ജിഫി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ മൊമെന്റ് ആണ് ജിഫിയുടെ കറക്റ്റ് സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജിയർ. ജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുക എന്നാണ്. ഒരാളെ കളിയാക്കുക, പരിഹസിക്കുക, റിഡിക്യൂൾ ചെയ്യുക, അതാണ് ജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ജിയർ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക റിഡിക്യൂൾ. റിഡിക്യൂൾ. ഓക്കെ, റിഡിക്യൂൾ ആണ് ജിയറിന്റെ സിനോണിയം എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ നോക്കാം. പ്രൈസ്, സ്മോക്ക്, കോംപ്ലിമെന്റ്, എൻകറേജ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? പുകഴ്ത്തുക. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യുക,
എന്താ പറയാ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവരെ എന്താ പറയാ ഒരു കമന്റ് ചെയ്യുക, അതൊക്കെയാണ്. എൻകറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുക, ധൈര്യം കൊടുക്കുക, എൻകറേജ് ചെയ്യുക. യെസ്, അപ്പൊ ഇവിടെ മോക്ക് ആണ് കറക്റ്റ് ആൻസർ. ടു മേക്ക് ഫൺ ഓഫ്, ഇതാണ് ഇവിടുത്തെ സിനോണിയം. അപ്പം ജിയറിന്റെ കറക്റ്റ് സിനോണിയം എന്ന് പറയുന്നത് എന്താണ്? മോക്ക് ആണ്. ഇനി അടുത്തത് ജോണ്ട്. ജോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂറൊക്കെ പോകത്തില്ലേ, ഒരു ട്രിപ്പ് പോകത്തില്ലേ, അതാണ് ജോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ട്രിപ്പ്, സ്റ്റേ, വോക്ക്, റെസ്റ്റ്. അപ്പൊ സ്റ്റേയും റെസ്റ്റും എല്ലാം എന്താണ്? ഒരു റെസ്റ്റിംഗ് പൊസിഷൻ ആണ്, അനങ്ങുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, വോക്ക് എന്ന് പറയുന്നത് ശരിക്കും എന്താ? നമ്മൾ വർക്ക് ചെയ്യുക, അതാണ്. ഇനി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ജേർണി ടേക്കൺ ഫോർ പ്ലഷർ. അപ്പൊ നമ്മൾ പ്ലഷറിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ഷോർട്ട് ജേർണി, ഒരു ഔട്ടിങ്, ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ജോണ്ട് എന്ന് പറയുന്നത്. ഔട്ടിങ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് സിനോണിയം ഏതാണ്? ഇറ്റ്സ് ട്രിപ്പ്, എ സ്മോൾ ജേർണി ഫോർ പ്ലഷർ. ഓക്കെ, അടുത്തത് ജിങ്കോയിസം. ജിങ്കോയിസം എന്ന് പറയുന്നത് നമ്മുടെ ഹിറ്റ്ലറിന്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് പാട്രിയോട്ടിസത്തെ നമ്മൾ ജിങ്കോയിസം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഷോവിനിസം അല്ലെങ്കിൽ സൂപ്പർ പാട്രിയോട്ടിസം എന്നൊക്കെ പറയാം. ഷോവിനിസം, ഷോവിനിസം അല്ലെങ്കിൽ സൂപ്പർ പാട്രിയോട്ടിസം, ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ജിങ്കോയിസം എന്ന് പറയാം. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പാട്രിയോട്ടിസം, ഓപ്ഷൻ ബി അഗ്രസീവ് നാഷണാലിസം, ഓപ്ഷൻ സി പീസ്ഫുൾനെസ്, ഓപ്ഷൻ ഡി ഇൻഡിഫറൻസ്. അപ്പൊ ഏതായിരിക്കും? പാട്രിയോട്ടിസം ആണോ? പാട്രിയോട്ടിസം നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ലവ് ഫോർ ഒരു കൺട്രി, അതാണ് പാട്രിയോട്ടിസം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ, ഭയങ്കര രാജ്യം ബാക്കിയുള്ളവരെ എന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്തിട്ടാണെങ്കിലും സ്വന്തം രാജ്യം ഇതാക്കണം, ആ ഒരു കൈൻഡ് ഓഫ് പാട്രിയോട്ടിസം ആണ് ജിങ്കോയിസം. അഗ്രസീവ് നാഷണാലിസം എന്ന് പറയത്തില്ലേ, അതാണ് ശരിക്കും ജിങ്കോയിസം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അഗ്രസീവ് നാഷണാലിസം ആണ്. എക്സ്ട്രീം പാട്രിയോട്ടിക് ഫീലിംഗ്സ് വിത്ത് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് അതർ കൺട്രി. വേറെ എന്താ പറയാ, അതർ കൺട്രീസുമായിട്ട് ഒരു എൻമിറ്റി കീപ്പ് ചെയ്യുക, അവരെ ശത്രുക്കളായിട്ട് കാണുക, എന്നിട്ട് സ്വന്തം രാജ്യത്തെ മാത്രം വളരണം എന്ന് ചിന്തിക്കുക, അതാണ് എഗ്രസീവ് നാഷണാലിസം അല്ലെങ്കിൽ ജിങ്കോയിസം. ഓക്കെ, അടുത്തത് വാട്ട്സ് ദി സിനോണിം ഓഫ് ജങ്ചർ. ജങ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് ഓഫ് ടൈം, നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രത്യേക കാലഘട്ടം, ഒരു പെർട്ടിക്കുലർ പീരീഡ്, എ പെർട്ടിക്കുലർ മൊമെന്റ്, എസ്പെഷ്യലി എ ക്രിട്ടിക്കൽ വൺ, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പീരീഡിനെയാണ് ജങ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ജങ്ചർ ഈസ് എ ക്രൂഷ്യൽ സ്റ്റേജ്. ഓക്കെ, ക്രൂഷ്യൽ സ്റ്റേജ് എന്ന് പറയാം. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ പോയിന്റ് ഇൻ ടൈം, ടൈമിൽ ഒരു പ്രത്യേക പോയിന്റ്. ഓക്കെ, ബാക്കിയുള്ളത് ഡിസ്റ്റൻസ് സെപ്പറേഷൻ എൻഡ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താ? പോയിന്റ് ഇൻ ടൈം ആണ്, അതാണ് കറക്റ്റ് സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജങ്ചറിന്റെ കറക്റ്റ് സിനോണിയം പോയിന്റ് ഇൻ ടൈം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് ഇന്നുള്ളത്. നമ്മൾ ഇന്നൊരു 15 വേർഡ്സ് പഠിച്ചു. ഓക്കെ, ഈ വേർഡ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് വെച്ച് സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. ഇനി അടുത്ത ലെറ്ററുമായിട്ട് നമ്മൾ അടുത്ത സെഷനിൽ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.